പത്തനംതിട്ട കൂട്ടബലാത്സംഗ കേസിൽ 5 പേർ കൂടി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ 5 പേരെയും റിമാൻഡ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 49ആയി. അതിജീവിതയെ പാർപ്പിച്ചിരിക്കുന്ന പത്തനംതിട്ട CWCക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കി. പെൺകുട്ടി മറ്റ് അന്തേവാസികൾക്കൊപ്പം ഇടപഴകി സാധാരണ നിലയിൽ തുടരുകയാണെന്ന് CWC അംഗം അഡ്വക്കേറ്റ് സുനിൽ പറഞ്ഞു. എല്ലാ ദിവസവും കൌൺസിലിംഗ് നൽകുന്നുണ്ടെന്നും സുനിൽ. ഓരോ കുട്ടികളെയും സ്ഥാപനത്തിലേക്ക് ഷെൽട്ടർ ചെയ്യുന്ന സമയത്ത് ആ കുട്ടികളുടെ ഒരു ഹിസ്റ്ററിയെ സംബന്ധിച്ച് മറ്റു കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കിയിട്ടല്ല നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ അയക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അവിടെ വരുന്നു, അവരവരുടെ ഒരു ഗൃഹാന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഗൃഹാന്തരീക്ഷത്തിൽ അവർ താമസിക്കുകയും ഒരു പ്രത്യേക കാലയളവിന് ശേഷം അവർ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് സാഹചര്യം. ഇനി വീട്ടിൽ വിടാൻ പറ്റാത്ത കേസുകൾ മാത്രം മറ്റ് സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ സ്ഥിരമായി കുട്ടികളെ ഷെൽട്ടർ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്കാണെങ്കിലും അങ്ങനെ ഒരു പ്രത്യേകത ആ സ്ഥാപനത്തിൽ തോന്നത്തില്ല. ബാക്കിയുള്ള അന്തേവാസികൾക്ക് ഇതേത് കേസുമായി ബന്ധപ്പെട്ട വന്ന ആളാണെന്ന് അവർക്കൊട്ട് അറിയാനും കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു സാധാരണ നടക്കുന്നൊരു പ്രോസസ്സ് അങ്ങനെയാണ്. ഇതുവരെ നമ്മൾ 31 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു കേസ് നമ്മൾ പ്ലേസ് ഓഫ് ഒക്കറൻസ് ട്രിവാൻഡ്രം റൂറൽ കല്ലമ്പലം ആയതിനാൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്കൊരു 60 പ്രതികളെയാണ് ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഇതുവരെ 49 പ്രതികൾ അറസ്റ്റായിട്ടുണ്ട്. മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ലേറ്റസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ആയിട്ടുള്ള കേസിൽ പ്രതി ചെന്നൈയിലായിരുന്നു. അയാളെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് 9 പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. 2 പ്രതികൾ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ 2 പ്രതികൾക്ക് LOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ലുക്കൌട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ. ത്വരിതമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നു എന്നുള്ളതിൽ അവരെ സല്യൂട്ട് ചെയ്തേ പറ്റൂ. പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ള ആളുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അതോടൊപ്പം പെൺകുട്ടിക്ക് അവളുടെ പഴയ ഒരു സന്തോഷത്തിലേക്ക് തിരിച്ചെത്തുന്നതിനായുള്ള ക്രമീകരണങ്ങൾ CWCയും ഉറപ്പാക്കുകയല്ലേ? എങ്ങനെയാണ് അന്വേഷണവും ഒപ്പം ഈ പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥയടക്കം ഇപ്പോഴുള്ളത്? ഗുഡ് ഈവനിംഗ് സുജയ. ആശ്വാസകരമായ വാർത്തയാണ് CWCയിൽ നിന്ന് വരുന്നത്. പെൺകുട്ടി സാധാരണ നിലയിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ നിലയിൽ ബാക്കിയുള്ള അന്തേവാസികൾ ഇടപഴകുന്നുണ്ട്. അവരോടൊപ്പം സമാധാനകരമായി പോകുന്നൊരു അവസ്ഥയാണ് അവിടെയുള്ളത്. ഇന്നലെ അതേസമയം 4.5 മണിക്കൂറോളം മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷവും കുട്ടി സമാധാനകരമായി മറ്റുള്ളവരോട് ഇടപഴകുന്ന ഒരു സാഹചര്യമാണ് CWCക്കുള്ളിൽ ഉള്ളത്. അതേസമയം അന്വേഷണത്തിന്റെ കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. 5 പ്രതികളെ കൂടി അധികമായി ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇവരെ റിമാൻഡ് ചെയ്തു. ഇവരുടെ അറസ്റ്റ് പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ചു, റിമാൻഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഒരു പ്രതിയെയാണ് കൊണ്ടുവരാനുള്ളത്. ബാക്കിയുള്ള പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുജയ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഈ കേസിന്റെ തുടക്കം മുതൽ വളരെ ജാഗ്രതാപൂർവ്വം തന്നെയാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. 2 പ്രതികൾ വിദേശത്താണ്. ഇവർക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കിക്കഴിഞ്ഞു. അവരെയും ഏറ്റവും പെട്ടെന്ന് തന്നെ പിടികൂടാനാകും എന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഈ 4 പോലീസ് സ്റ്റേഷന്റെ പരിധികളിലായി, അതായത് ഇലവുംതിട്ട, പത്തനംതിട്ട, മലയാലപ്പുഴ, പന്തളം, ഈ 4 പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായി 30 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു കേസ് കല്ലമ്പലത്തേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ 31 കേസുകളിലായി ഈ പ്രതികളെല്ലാം ഇപ്പോൾ 49 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. ഇനി 10 പ്രതികളെ കൂടി കിട്ടാനുണ്ട്. ഇതിൽ 2 പേർ വിദേശത്താണ്. ഇവരെ ഏറ്റവും പെട്ടെന്ന് പിടിക്കും എന്നുള്ള സൂചന പോലീസ് നൽകുന്നുണ്ട്. ഏതായാലും ഇവരെയൊക്കെ ട്രേസ് ചെയ്ത് വരികയാണ്. പോലീസ് ജാഗ്രതാപൂർവ്വം തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളുമായി ബന്ധപ്പെട്ടവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ കേസുമായി വളരെ ജാഗ്രതയോടുകൂടി തന്നെ പോലീസ് മുന്നോട്ട് പോകുന്ന വിവരം തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് നൽകാൻ സാധിക്കുന്നത്. സുജയ, താങ്ക് യു. ലേബി സജീന്ദ്രനാണ് പത്തനംതിട്ടയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ലേബി പറഞ്ഞതനുസരിച്ച് പത്തനംതിട്ട പീഡനത്തിൽ ഇതുവരെ എടുത്തിരിക്കുന്നത് 31 കേസുകളാണ്. ആകെ 60 പ്രതികളിൽ ചെന്നൈയിൽ നിന്ന് ഒരാൾ പിടിയിലായിരിക്കുന്നു. 2 പ്രതികൾ വിദേശത്താണ്. 2 പേർക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. പ്രതികളിൽ 5 പേർക്ക് പ്രായം 18-ൽ താഴെയാണ്, വിദ്യാർത്ഥികളാണ്.